ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വീഡിയോക്ക് തുടങ്ങാം. അപ്പം ഒരു 40, 45, 50 ആയാൽ പിന്നെ വീട്ടമ്മമാർക്ക് പിന്നെ എത്ര ടെൻഷൻ ഉണ്ടായാലും അത് മുഖത്ത് ഇങ്ങനെ കാണിക്കൽ തുടങ്ങും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുഖത്തിന് കരിവാളിപ്പ് പിന്നെ മുഖത്തിന് ചുളിവ് ഒക്കെ വരൽ തുടങ്ങുമല്ലോ. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ്. പ്രായം ഇങ്ങനെ കൂടുന്നുള്ള ഒരു തോന്നലും വരും. അപ്പം പിന്നെ നമുക്ക് ഒരാളുടെ കൂട്ടത്തിലൊക്കെ എന്തെങ്കിലും നമ്മളൊരു പരിപാടിക്ക് നമ്മളെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ കൂടേണ്ട ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മളെ മുഖം ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ ഇതാവുമ്പോൾ ഓരോരുത്തർ ചോദിക്കുക, പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും ഉണ്ടാവും. അപ്പോൾ നമ്മളെ മുഖത്തിനൊക്കെ ഒരു മാറ്റമൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടത് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ടിപ്പുകളും 2 ട്രിക്ക് നമ്മൾ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ പിന്നെ മുഖമൊക്കെ ഒന്ന് നല്ലൊരു ക്ലിയർ ആവാനും പിന്നെ കരിവാളിപ്പ് കരിമങ്ങലോ അതൊക്കെ ഉണ്ടായാലും അതൊക്കെ പോയി കിട്ടാനും ഒക്കെ ഉള്ള 2 ടിപ്പുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കിട്ടാ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകാണ്ട് നമ്മൾ വേറെ ആരും കാണണമെന്നും വേണ്ട, പിന്നെ മക്കളാ മരുമക്കളാ ഒന്നും കാണണ്ട, നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനത്തെ ഒരു ടിപ്പാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കാണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അരിപ്പൊടി ഇട്ടത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടീനി, അതൊക്കെ എല്ലാവരും കണ്ടുപോയിക്കാരോ ആ അരിപ്പൊടി ഇട്ടത്. അപ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ അരിപ്പൊടി എടുത്തിക്കണ്. പിന്നെ നല്ല പശുവും പാലിട്ടാ, മിൽമപ്പാലൊന്നും പറ്റൂല, പാല് കാച്ചൊന്നും വേണ്ട, കാച്ചാത്ത പച്ചപ്പാൽ. അപ്പോൾ അത് കുറച്ചധികം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നനയോളം ഒരു 2 സ്പൂണ് അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ അതിക്ക് ഒരു 2 സ്പൂണ് തേനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചുകൊണ്ട് നമ്മൾ നന്നായിണ്ട് നല്ലണ്ട് കുറച്ച് നേരം കൊണ്ട് ഇളക്കിയുണ്ട് പിന്നെ നല്ലൊരു ഭസ്മാകണമായിട്ട് ഇളക്കിയുണ്ട് ഇതാക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കുക. വെള്ളമൊന്നും കൂട്ടാത്ത നല്ല പശുവും പാലാട്ടത്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. കുളിക്കുമ്പോൾ നമ്മൾ പിന്നെ സോപ്പൊക്കെ തേച്ച് കാണ്ട് മുഖത്തിൻ്റെ ചെളിയൊക്കെ പോക്കി വന്നതിൻ്റെ ശേഷം ചെയ്യണം കേട്ടോ. ഇത് ചെയ്താൽ പിന്നെ നമ്മൾ സോപ്പ് അന്ന് തേക്കരുത്, അതാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിന്നെ ചെളിയൊക്കെ സോപ്പിട്ട് കുളി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് നല്ല ഇട്ടാൽ. പിന്നെ വേറൊരു ടിപ്പും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കുത്തിർന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റൂമൊക്കെ വായിലടച്ചിട്ട് കാണ്ട് ഇരുന്ന് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ 2 കയ്യിൻ്റെ ഉള്ളനടിക്ക് ആക്കിക്കാണ്ട് നന്നായി കൈകൊണ്ട് നന്നായിട്ട് വരുത്തിയിട്ട് പിന്നെ കൈമലുണ്ടാക്കിയിട്ട് നമ്മളെ മുഖത്ത് കവളത്തും പിന്നെ കണ്ണൊക്കെ നല്ല ചിമ്പണം കേട്ടോ. അല്ലഞ്ഞാൽ ഈ പൊടിയല്ലേ അത് കണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. പിന്നെ കുറച്ച് നേരത്തിന് കണ്ണ് ചോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ണ് നല്ല മുറുക്കി ചിമ്പിക്കാണ്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇത് മുഖത്ത് ഇങ്ങനെ കവളത്തും പിന്നെ കണ്ണിൻ്റെ തടത്തിലും നെറ്റിക്കും കണ്ട് പിന്നെ നന്നായാണ് മസാജ് ചെയ്യട്ടോ. അതൊരു കുറച്ച് സമയമുണ്ട് ചെയ്യണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ ഈ ഡെയിലി ചെയ്യൊന്നും വേണ്ട, ഒരു 2 ദിവസം ഇടവിട്ട് കണ്ടിട്ടാ. 2 ദിവസം ഇന്ന് ചെയ്താൽ പിന്നെ 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ മുഖമൊന്നും ഒരു ഇത് കിട്ടണില്ല, നമ്മൾ ടെൻഷൻ ഇങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. അതിൻ്റെ പിന്നെ ഫലം ഇങ്ങനെ കാണൽ മുഖത്താണ് കേട്ടോ. മുഖമൊക്കെ ഉണ്ട്, കണ്ണൊക്കെ ഉണ്ട്, കണ്ണിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഉണ്ട് കറുത്ത് വരിക, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരിതാണ്. പിന്നെ കുറച്ച് പ്രായമായ പിന്നെ പൗഡറൊന്നും ഇട്ടാൽ പിന്നെ ഒരു വെണ്ണൂറ് തേച്ച മാതിരിയാണ് ഈ കരങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നാവുക. വെണ്ണൂറ് തേച്ച മാതിരിയാണ് നമ്മുടെ ശരീരത്തിന് അതൊന്നും ഉണ്ട് ചേരൂല, അതുമെന്നൊക്കെ വിടും. ഇത് ചെറിയ പ്രായക്കാർക്കും തേക്കട്ടാ. പിന്നെ നമുക്ക് ഓൽക്ക് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പല ക്രീമുകളും അതും ഇതുമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഓരെ ഞാൻ പറയുകയേ ഉള്ളൂ, പിന്നെ ഓർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് സ്വകാര്യത്തിലട്ട ചെയ്തത്. അപ്പോൾ ചെയ്ത് കാണി ഞാനുണ്ട് പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ മോള് പറയണത് നിങ്ങളെന്തോ തേച്ചിക്കണെന്ന് എനിക്കും വേണമെന്ന്. അപ്പോൾ ഓക്കും വേണമെന്ന് പറഞ്ഞാണ്ട് അപ്പോൾ എടുത്ത് വെച്ചാൽ അപ്പോൾ നമ്മൾ മുഖമൊക്കെ നന്നായി കൈകിങ്ങാണ്ട് വന്നുകാണ്ട് ഇങ്ങനെ കവിള് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇവിടെയൊക്കെ എന്തൊരു സോഫ്റ്റ് നല്ലൊരു ഫലമുള്ളൊരു സാധനം ഇട്ടത്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഞാനിതാ മുഖം നല്ല കൈകിട്ട സോപ്പിടാതെ കൈകിങ്ങാണ്ടാണ് വന്നുകാണ്ട് നല്ലതാണ് തുടച്ചുകാണ്ട് മുഖം ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു മിൻസഡ് വന്നിക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ കഴിയിട്ടത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതാ ഞാൻ ഒരു പാത്രത്തിലാക്കിക്കാണ്ട് ഫ്രിഡ്ജ് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാച്ചിട്ട് അതിന് വെച്ചിട്ടാ. അപ്പോൾ എൻ്റെ മോള് കണ്ടപ്പോൾ പറഞ്ഞ് എനിക്ക് വേണം കേട്ടോ, അത് എനിക്ക് വേണം, നിങ്ങൾ കലക്കിക്കണേ എനിക്ക് വേണമെന്ന്. അപ്പോൾ ഓൾ ഇതുവരെ കണ്ട മട്ടൊന്നും ഇല്ല കേട്ടോ. അവള് എപ്പോഴും യൂട്യൂബിലൊക്കെ ഉണ്ടാകുന്നതാണ്, അപ്പോൾ ഓളും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെടുത്തുള്ള സാധനങ്ങൾ വെച്ച് കണ്ടാട്ടോ ഈ ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ രണ്ടാമത്തെ ടിപ്പായിട്ട് പറയുന്നത് ഇത് നമ്മളെ തേക്ക് മരം കേട്ടോ. അപ്പോൾ ഈ തേക്ക് മരം പിന്നെ കർക്കിടക മാസത്തിൽ എല്ലാ ഇലകൾക്കും ഔഷധം ഉണ്ടെന്ന് നമ്മളൊരു വീഡിയോയിലും പറഞ്ഞിനി. ഞാൻ ഇതിലൊക്കെ കണ്ടിട്ട് ഗൂഗിളിലൊക്കെ കണ്ട് എല്ലാ ഇലകൾക്കും കർക്കിടക മാസത്തിൽ പിന്നെ ഔഷധം ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ തൂമ്പല ഉണ്ടല്ലോ അത് പിന്നെ ഈ മഴക്കാലത്ത് ഈ തൂമ്പല കിട്ടുള്ളൂ കേട്ടോ. വേനൽക്കാലത്ത് തൂമ്പലൊന്നും ഉണ്ടാവില്ല, ഇല ഇങ്ങനെ കൊഴിഞ്ഞ് പോലാണ്. കണ്ടില്ലേ ഈ തൂമ്പല, ചോന്ന തൂമ്പല. അപ്പോൾ ഞാൻ ചോട്ടുന്ന എടുത്തിട്ടാ, ചോട്ടിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതാട്ട് എനിക്ക്. അപ്പോൾ ഒരു 2-3 ഇല എനിക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടിപ്പുണ്ടായി. ചിലവർക്ക് അറിയിക്കാരം, ചിലവർക്ക് അറിയില്ല. അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയേണ്ടത്. അപ്പോൾ അതാ ഞാൻ 3-4 ഇല എടുത്ത് കൊടുക്കണം കേട്ടോ, നല്ല ചെറിയ തൂമ്പല. അപ്പോൾ ഈ കാലത്തെ അത് കിട്ടുള്ളൂ കേട്ടോ. ഇത് സൗന്ദര്യത്തിന് മാത്രമല്ല, ഇത് വേറെയും പല ആവശ്യത്തിനും പറ്റും. ഈ പൊള്ളിയ പാടുകൾ പോവാൻ അതിനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആ ഇല നല്ല തൂമ്പയിലാണ്, അത് ഞാൻ മുറിച്ച് വെച്ചിക്കണേ. അപ്പം നമ്മൾ ലേശം നല്ല ആട്ടിയ വെളിച്ചെണ്ണ വേണം കേട്ടോ, നല്ല നാടൻ വെളിച്ചെണ്ണ. കടിയത്തെ പറ്റൂല. അപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തീരുമ്പോഴത്തിനൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകാണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചട്ടിക്ക് ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുപ്പ് കത്തിക്കേണ്ടത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അപ്പം നമ്മൾ ഈ ഇല അതിക്കണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ചോക്കൽ തുടങ്ങും കേട്ടോ. ആ ഇല ഇട്ടപ്പോൾ തന്നെയാണ് ചോക്കൽ തുടങ്ങും. അപ്പം ഇനി അതിലിങ്ങനെ കിടന്ന് കുറച്ച് നേരം തിളച്ച് ഇങ്ങനെ ഇതാവുമ്പോൾ അതിൻ്റെ നീരിങ്ങനെ പോയി കിട്ടണം കേട്ടോ. ആ തള നിന്നതിൻ്റെ ശേഷം നമ്മൾ ഇട്ടാൽ മതി, അതുവരെ ഇളക്കിയും കൊണ്ട് നിൽക്കണം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കാണ്ട് നമ്മൾ കുപ്പിയിലാക്കി എടുത്ത് വെച്ചോളൂ. വേണ്ടി എന്താ വെച്ചാൽ പൊള്ളിയോടത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പൊള്ളിയ മുറിവ് വേഗം പൊള്ളിക്കൊന്നുമില്ല, അങ്ങനെ ഒരിത്. പിന്നെ പൊള്ളിങ്ങാണ്ട് കലയായി നിൽക്കുമല്ല. അപ്പോൾ ഈ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഈ പൊള്ളിയ കലയൊക്കെ ഉണ്ടായാൽ അത് ഭയങ്കര പ്രശ്നമായി മാറും. അപ്പോൾ അതുകൊടുത്തൊക്കെ ഇങ്ങനെ തേച്ച് ഒരു 3-4 വട്ടമൊക്കെ തേച്ച് കൊടുത്താൽ മതി, എന്നാലേ ആ കല പറ്റ മാറിപ്പോട്ടാ. പിന്നെ നമ്മളെ മുഖത്ത് ഇങ്ങനെ ഈ കരിമങ്ങലോ അങ്ങനത്തെ കരിയെളുപ്പൊക്കെ ഉണ്ടെങ്കിൽ മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുളിക്കണീനെ കുറച്ച് മുമ്പായിട്ട് ഒരു 10-20 മിനിറ്റ് നേരം ഇങ്ങനെ പിന്നെ തേച്ചിടണം. അപ്പോൾ നമ്മളെ മുഖത്തിൻ്റെ കരിവാളിപ്പ്, കരിമങ്ങൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. പിന്നെ ഞാൻ എൻ്റെ കയ്യുമ്മലൊക്കെ തേക്കാമെന്ന് വിചാരിച്ച് കണ്ടേട്ടാ. കയ്യൊക്കെ ഇങ്ങനെ ചൂടത്ത് ഇങ്ങനെ ഏത് നേരവും പിന്നെ ചൂട് കൊണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മളെ കയ്യൊക്കെ. അപ്പോൾ നമുക്കൊരു കല്യാണം ഒരു പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് തളങ്ങനെ നിന്നതിന് ശേഷമാണ് കേട്ടത് ചട്ടിയൊക്കെ ഓഫാക്കിക്കാണ്ട് എടുത്ത് വെച്ച്. അപ്പോൾ ചൂടൊക്കെ ചൂടാറിയ ശേഷം നമ്മളിതാ നല്ലൊരു പൊട്ടണ കുപ്പിയിൽ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഇതിൻ്റെ പ്ലാവിൻ്റെ ഇല കൊണ്ട് ഒരു കാളൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് അപ്പോൾ ഇതിക്ക് ഒഴിച്ച് വെക്കുകയാണ് ഇട്ടത്. ഇത് നമ്മൾ ഒരു വീട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കേണ്ടത് നല്ലതാണ് ഇട്ടത്. അപ്പോൾ ഈ പൊള്ളാതെ നിൽക്കട്ടെ. അപ്പോൾ പൊള്ളിയാലും ഒക്കെ പിന്നെ പരറ്റാനും ഒക്കെ നല്ല പറ്റിയൊരു മരുന്നാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കേണ്ടി. ഇപ്പോൾ ഇത് തൂമ്പ ഇല കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ മഴക്കാലം മാറി ഈ ഇല കിട്ടൂല കേട്ടാ. പിന്നെ മൂത്ത ഇലയാണ് ഇക്കാരം, അത് പറ്റൂല. ഈ തൂമ്പ ഇലയാണ് ഇത് ആവശ്യം. അപ്പോൾ നമ്മളെ കയ്യുമ്മലൊക്കെ ഒന്ന് പരറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ നല്ലൊരു കളർ കിട്ടും. മുഖത്തും തേച്ചിടുക കുളിക്കണതിൻ്റെ മുമ്പായിട്ട്. അപ്പം എൻ്റെ മോൾ ചോദിക്കുകയാണ് നിങ്ങളെ മുഖമൊക്കെ ഒന്ന് നല്ല ക്ലിയർ ആയിക്കുള്ള എന്ന്. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ഇങ്ങനെ തേച്ചപ്പോഴേ നല്ല പിന്നെ ഇതായിക്കിട്ടാ. ഞാൻ ആദ്യം പറഞ്ഞ ടിപ്പ് നല്ല ടിപ്പാണ്. അതൊന്ന് ഒരിക്കൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രായമായി കണിച്ചിട്ട് നമ്മൾ വയസ്സുമൊക്കെ തൽക്കാലം നോക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി, നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആകും. അപ്പോൾ ആരും അറിയും കേൾക്കൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെ ചെയ്ത് നോക്കാം. ജനിച്ചാൽ മരണം ഉറപ്പാണ്. അപ്പോൾ അതുവരെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, അത്രേ നമുക്കുള്ളൂ. ടെൻഷനൊക്കെ ഉണ്ടാവും, ടെൻഷനില്ലാത്ത ജീവിതം നമുക്കില്ല. അപ്പോൾ ഇതാ നമ്മളെ തേക്ക് മരമാട്ടെ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ തൂമ്പല ഇപ്പോൾ കിട്ടും. ഇനി മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. ഞാൻ പിന്നെ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉപകാരമുള്ള വീഡിയോസൊക്കെ തന്നെ നമ്മൾ ഇടലുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.